ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന് തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന് തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥനിൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരിനാഥനിൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മെ വിട്ട് കടന്നുപോയ പ്രിയ മാതാവ് കൗശലകുമാരി ശോഭ എന്ന വീട്ടിൽ വിളിക്കുന്നു. പ്രിയ മാതാവിന് ഒരു മാന്യമായ യാത്രയപ്പ് നൽകുവാൻ വേണ്ടിയാണല്ലോ ഈ പ്രതികൂല കാലാവസ്ഥയിലും നാം ഇത്രയും പേര് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. 59 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രിയ മാതാവിന് അവസരമുണ്ടായി. ലോകത്തിലെ എല്ലാ മനുഷ്യരെ പോലെ ക്ലേശങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു മാതാവിനും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയ മാതാവിൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർത്ത ഒരു വലിയ ഘടകമുണ്ട്. ആ ഘടകമാണ് ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് വേദിയാക്കി തീർത്തത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപപരിഹാരകനായ ലോകരക്ഷിതാവായ ശ്രീ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അതാണ് പ്രിയ മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത. മരണത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നമുക്കുള്ളപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയുടെ മരണം വളരെ ശ്രേഷ്ഠമാണ്.
മരണത്തിൻ്റെ മുഖം പോലും മാറ്റിമറിക്കുന്ന വിധത്തിലാണ് ക്രിസ്തീയ മരണത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ആ നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണവും പ്രിയ മാതാവിന് ദൈവം നൽകി. ആ മാതാവിൻ്റെ ഭൗതികമായ ശരീരത്തിന് യാത്രയപ്പ് നൽകുവാൻ വേണ്ടി നാം കൂടി വന്നിരിക്കുന്ന വേളയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെയും ദൈവസാന്നിധ്യ ബോധം നമ്മെ എല്ലാവരെയും ഭരിച്ച് ഇതുപോലെയുള്ള നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു ക്രിസ്തീയ ഭക്തി നിർഭരമായ ഒരു ശുശ്രൂഷയാണ്. ആയതിനാൽ നമുക്കെല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. അത്യാവശ്യം നമുക്കത് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് അഭംഗി വരാതിരിക്കുവാൻ വേണ്ടി എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കുകയോ ചെയ്യണമെന്ന് വിനീതമായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയ മാതാവിൻ്റെ സഹോദരൻ പ്രതാപൻ സഹോദരൻ കാര്യവട്ടത്തിന് സമീപം പുല്ലാനിവിള ബ്രദറൻ സഭ അംഗമാണ്. ആ സഭയുടെ ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കളാകുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വിശേഷിച്ച് വിവിധമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന വിവിധ സഭയിലെ ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്തുള സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ വർഗീസ് അങ്കിളിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾക്കിങ്ങനെ പ്രിയ സഹോദരി കുടുംബമായി താമസിച്ചിരുന്ന ഭവനത്തിൽ സഭയായിട്ട് കടന്നു വന്ന ഈ ഭൗതിക ഏക അടക്ക ശുശ്രൂഷയുടെ ബന്ധത്തിൽ സംബന്ധിക്കുവാൻ ദൈവമേ ഇങ്ങനൊരു അവസരം നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അത് വായിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണവഴിയായി മാറ്റപ്പെട്ട പ്രിയ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യവതിയാണ്. അതെ, വിശുദ്ധ സ്തേഫാനോസിനെ സംബന്ധിച്ച് അതേ കർത്താവിൻ്റെ ദാസൻ മരണശേഷം ഭക്തിയുള്ള പുരുഷന്മാരാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട അടക്ക ശുശ്രൂഷ ലഭ്യമായി. ആ ഒരു ക്രമീകരണം ഇവിടെയും ഈ സഹോദരിക്കും അവിടുന്ന് അനുവദിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഈ ശുശ്രൂഷ വേദിയുടെ മധ്യേ വലിയവനായ ദൈവം ആഗതനായിരിക്കാലും നന്ദിയോടെ സ്തോത്രം. ഈ അടക്ക ശുശ്രൂഷയെ സംബന്ധിച്ച് കർത്താവെ അതേ പാട്ടുകൾ പാടുന്നവർക്കും അതുപോലെ ആ അനുശോഷണം പറയുന്നവർക്കും വചനം ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും കർത്താവ് വേണ്ടുന്ന ദൈവ കൃപ നൽകണം. കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നെങ്കിലും ഇപ്പോൾ കർത്താവെ അനുകൂലമാക്കിയിരിക്കുക സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം കർത്താവ് തന്നെ നിയന്ത്രിച്ച് നടത്തണം. വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ശാന്തമായിട്ട് തിരുസന്നിധിയിലിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ അവിടെ ഇടയാക്കണമേ. അതേ, ഈ സഹോദരിയുടെ വേറുപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം, സഹായിക്കണമേ. കാലാവസ്ഥയെ അനുകൂലമാക്കി നൽകണമേ. അതെ, ഞങ്ങൾ ഈ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് അതേ സ്തോത്രം ചെയ്ത് മടങ്ങുവാൻ അവിടെ നിന്ന് ഇടയാക്കണം. അവിടുത്തെ ആത്മാവ് എല്ലാ മേഖലകളിലും അവിടുന്ന് ആത്മാവിൻ്റെ പരിവർത്തനം നൽകി സഹായിക്കണമേ. ഇനിയും വരുവാനായിട്ടുള്ളവരെയും കൂട്ടിവരുത്തണമേ. ഞങ്ങളെ ഒരുമിച്ച് കേട്ടതിനായിട്ട് സ്തോത്രം. വേഗം വരുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയും വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. തുടർന്ന് ഗായക സംഘം നമുക്ക് വേണ്ടി 1-2 ആശ്വാസ ഗാനങ്ങൾ പാടി കേൾപ്പിക്കുന്നതായിരിക്കും. അറിയാവുന്നവർക്ക് ചേർന്ന് പാടാവുന്നതാണ്.
സ്വരം ദൂരമോ വിദൂരമല്ല. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥന്മാരിൽ ചാരിടുമ്പോൾ ഞാൻ പ്രാണനാഥനിൽ ശോഭയേറും പിൻപുരിയിൽ ഞാൻ കേൾക്കും നാഥനിന്റെ സ്വരം ദൂരമോ വിദൂരമല്ല. ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടും വിലാപങ്ങൾ നൃത്തമായി മാറിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടും വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥന്മാരിൽ ചാരിടുമ്പോൾ ഞാൻ
ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം. ദൂരമോ വിദൂരമല്ല, ഞാൻ കാണും പ്രാണനാഥനെ. ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം. ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല. നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഇമ്പം വീടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാം എൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാം എൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ.
ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. നാം പാടിക്കേട്ടതുപോലെ പ്രിയ മാതാവ് കുശലകുമാരി തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗ്യനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, അയൽവാസികൾ, ഇവിടെ സന്നിധനായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ആ നിലയിൽ നമുക്ക് ഭക്തിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദിവസത്തിലായിരിക്കാം. ഇപ്പോഴും ലോകത്തിൽ സത്യവേദ പുസ്തകമെന്നറിയപ്പെടുന്ന വിശുദ്ധ ബൈബിളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ മാത്യു അങ്കിളിനെ ക്ഷണിക്കുന്നു. ബൈബിളിൽ സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് വായിക്കുന്നത്. 90-ാം സങ്കീർത്തനം 9:0. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരങ്ങൾ നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. ഈ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. തുടർന്നുള്ള അല്പസമയം
ദൈവവചനത്തിൻ്റെ ഒരു ആലോചന കേൾക്കുവാനുള്ള സമയമാണ്. ക്രിസ്തീയമായ ഏത് കൂടിവരവിലും, അത് സന്തോഷവേളയാണെങ്കിലും സങ്കടവേളയാണെങ്കിലും, ദൈവവചനത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട്. കാരണം അത് നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം തരുന്നതാണ്. പ്രിയ മാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തൻ്റെ ജീവിതം ധന്യമാക്കി തീർത്ത ഒരു പ്രത്യേക കാര്യമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജീവിച്ചിരുന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന നന്മ എന്താണ് എന്നിത്യാദി വിഷയങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ആസ്പദമാക്കി ഒരു ലഘു സന്ദേശം ചുരുക്കം സമയത്തിൽ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പുല്ലാന്നുള്ള സഭയിലെ നെൽസൺ അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഗിൽബർട്ട് അവറുകൾ, കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുന്നായിട്ട് ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:1. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും കർത്താവേ, അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇപ്രകാരം കർത്താവേ, പ്രിയ സഹോദരിയുടെ വേർപാടുള്ള ബന്ധത്തിൽ ഇത്രയും പേർക്ക് ഇവിടെ കൂടുവാൻ നല്ലൊരു യാത്രയയപ്പ് കർത്താവെ അവിടെ നൽകുവാനും നിൻ്റെ മക്കളായ അടിയങ്ങളെയും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരൊക്കെയും അവിടുന്ന് കൂട്ടിവരുത്തിയ വലിയ ദയയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഒരു ക്രിസ്തീയ ജീവിതത്തിലുള്ളതായ പ്രത്യാശ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ദാനമായ ഒരു കെട്ടിടം, ഒരു ഭവനം ഉണ്ട് എന്നുള്ളതായ ഏറിയ പ്രത്യാശ അവിടെ നൽകിയിരിക്കാലും നന്ദിയോട് സ്തോത്രം. ഈ ഭൂമിയിലുള്ള ജീവിതം അത് താൽക്കാലികമാണ് എന്ന് അടിയങ്ങൾ ഓരോരുത്തരും അറിയുന്നു. ഏത് പ്രായത്തിലും ഏത് സമയത്തും അതേ കർത്താവേ, അത് താൽക്കാലികമായിട്ടുള്ള ഈ ജീവിതം ഇവിടം വിട്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അതേ കർത്താവുള്ള വിശ്വാസത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതം, അത് സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള പ്രത്യാശയും അവിടെ നൽകിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. അപ്രകാരം കർത്താവെ, ഈ പ്രിയ സഹോദരിക്കും അവിടുന്ന് കർത്താവ് വളരെ പ്രത്യാശയും ആശ്വാസവും വിശ്വാസവും നൽകി. ഈ ഭൂമിയിൽ കഷ്ടതയും പ്രയാസവും ഉണ്ടായിരുന്നെങ്കിലും കർത്താവെ, ആ നിത്യഭവനത്തിൽ ചേർക്കപ്പെട്ടതുകൊണ്ട് നന്ദിയോട് അടിയങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, വീണ്ടും അടിയങ്ങൾ ഈ ഭവനത്തോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥന ഓർക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയിൽ കർത്താവ് അവിടുന്ന് നടത്തണം എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ പ്രിയ ഗിൽബർട്ടിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസനിലൂടെ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ അടിയങ്ങളെ കേൾപ്പിക്കണം കർത്താവെ. അതിനായി അടിയങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ അവിടുന്ന് വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ സഹായിക്കണമേ. അടിയങ്ങൾ അല്പസമയം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് അടിയങ്ങളെ ഭരിച്ച് നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് അർപ്പിക്കുന്നു. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവും രക്ഷിതാവുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കളായി, സ്വന്തക്കാരായി, ചാർച്ചക്കാരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നാം ഏവരും അറിയുന്നത് പോലെ കുശലകുമാരി അല്ലെങ്കിൽ ശോഭ എന്ന് അറിയപ്പെടുന്ന പ്രിയ സഹോദരി 59 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. കഴിഞ്ഞ ദിവസം അവർ ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും യാത്രയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിവിടെ വന്നു, തിരിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ദൈവം എത്തിപ്പിച്ചാൽ സാധിക്കും. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ല എങ്കിൽ മരിച്ചുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇതുപോലെ ഒരു ശവപ്പെട്ടിയിൽ ഞാനും നിങ്ങൾ കിടക്കും. അന്ന് നമ്മുടെ മുൻപാകെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ അനുസ്മരണയുടെ വാക്കുകളോ ദൈവിക സന്ദേശങ്ങളോ ഒക്കെ അറിയിക്കും. നമ്മളിതൊന്നും കേൾക്കുകയില്ല, നമ്മളിതൊന്നും മനസ്സിലാക്കുകയില്ല, നമ്മൾ അവിടെ കാണുകയില്ല. നമ്മുടെ ഭൗതിക ശരീരം മാത്രമേ അവിടെ കാണുകയുള്ളൂ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കടന്നുപോയ പ്രിയ ശോഭാ സഹോദരിയോടുള്ള ബന്ധത്തിൽ അവരുടെ ആത്മാവിന് വേണ്ടിയോ മറ്റൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവർ പോകേണ്ട സ്ഥലത്ത് പോയി, അത്രയേ ഉള്ളൂ. ഭൗതിക ശരീരം നമ്മൾ മാന്യമായ നിലയിൽ സംസ്കരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയയപ്പ് മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. നമുക്കറിയാം, എന്ന് മരണമുണ്ടായി, മനുഷ്യനുണ്ടായ കാലം മുതൽ മരണമുണ്ടായി. മരണമുണ്ടാകാനുള്ള കാരണം എന്താണ്? വിശുദ്ധ ബൈബിളിൽ മാത്രമേ അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവം മനുഷ്യനെ മരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം കൊടുത്ത കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. അതിൻ്റെ പേരിൽ മനുഷ്യൻ പാപികളായിത്തീരുകയും പാപനിമിത്തം മരണം മനുഷ്യ ശരീരത്തിൽ എത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ജരാന്തരകൾ വരുന്നു, മരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെയും മരണം വഴി കടന്നുപോയി. ഇന്നല്ലെങ്കിൽ നാളെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ കടന്നു പോകും. അപ്പോൾ നേരത്തെ ഉള്ളവർ എങ്ങോട്ട് പോയി, ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. അവർ പോയി. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ ചിലരൊക്കെ വിശ്വസിക്കുന്നത് മനുഷ്യന് ആത്മാവില്ല, ഒരു കാറ്റ് പോലെ തീർന്നു, മൃഗങ്ങൾ ചാവുന്നത് പോലെ പോകുന്നു, തീർന്നു പോയി, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ മിക്കവാറും എല്ലാ മതങ്ങളും തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു. മരണത്തെ ആ നിലയിലുള്ള ഒരു ശുശ്രൂഷ ക്രമീകരിക്കണമെന്ന് അവരുടെ 2 മക്കളും എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ആ വിഷയം വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തീരുമാനമെടുത്തു? അവർ പറഞ്ഞത്, എൻ്റെ മാതാവ് എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ആ ചെറിയ കാലം, അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഏകദേശം 8 അല്ലെങ്കിൽ 9 വയസ്സുള്ള കാലം മുതൽ പള്ളിയിൽ കടന്നു പോവുകയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മകളായിരുന്നു. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രെയർ ഇവിടെ ഈ ശുശ്രൂഷയോട് അനുബന്ധിച്ച് ക്രമീകരിക്കാൻ ഇടയായത്. ആ നിലയിൽ പ്രിയപ്പെട്ടവള് ഇന്ന് ഇവിടെ കടന്നു പോവുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, ഒരിക്കലും മറക്കാത്ത സ്നേഹം, ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇവിടെ കടന്നു വരികയാണ്. ഇങ്ങനൊരു അവസരം പില്ലാന്നിവളെ സഭ ഒരുക്കി തന്നതിനും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ എനിക്കും ഏകദേശം ഒരു 27 വർഷങ്ങൾക്ക് മുമ്പ് ഇടയായി. അതിനു മുമ്പ് ഞാനും ഈ വിശ്വാസത്തിലൊന്നും ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. എൻ്റെ പിതാവ് വളരെ ശക്തമായ വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പിതാവായിരുന്നു. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അടിയനും ആ സമയത്തൊന്നും കഴിഞ്ഞില്ല. എൻ്റെ ഏകദേശം 33-ാമത്തെ വയസ്സിലാണ് എനിക്കും ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആ കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം
സന്തോഷവും സമാധാനവും ആശ്വാസവും ജീവിതത്തിലുണ്ടായ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലും കർത്താവിൻ്റെ ആ സ്നേഹവും ആ വാത്സല്യവും ഒക്കെ മനസ്സിലാക്കുവാൻ അടിയന് കഴിഞ്ഞു എന്നുള്ളതും, ഒന്നും ഇല്ലാത്ത ഒരു ഏഴയെ പോലെ പുഴുവിനെ പോലെ ആയിരുന്ന എന്നെ കർത്താവ് ഉയർത്തുവാനിടയായി. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത ഇതൊക്കെ രുചിച്ചറിയുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഇളയ സഹോദരിക്കും ഒക്കെ ഇടയായി. എൻ്റെ മാതാവ് ആ നിലയിലൊരു ദൈവിക വിശ്വാസിയായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഇന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളെ ഇടയാക്കി. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പം സമയം നീണ്ടുപോയി, അല്പം കൂടി നിങ്ങൾ ഇരിക്കണം. അല്പമായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പമായ ആഹാരം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കടന്നു പോകാവൂ. ഈ അവസരത്തിൽ എൻ്റെ ഈ സഹോദരിയെ ഞാൻ വീണ്ടും ഓർക്കുന്നു. ആ കുഞ്ഞുങ്ങൾ, രണ്ട് മക്കളും അവർ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ആ മാതാവിനെ അവർ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. ഈ നാട്ടുകാർക്ക് അറിയാം, ഒരുപാട് വേദനകളിലൂടെ എൻ്റെ സഹോദരി കടന്നുപോയിട്ടുണ്ട്. അപ്പോഴല്ലേ ആ കുഞ്ഞുങ്ങൾ അവരെ കൊണ്ട് കഴിയുന്നതിനും അപ്പുറം എൻ്റെ സഹോദരിയുടെ മകള് അവള് ജോലി ഉപേക്ഷിച്ചിട്ടാണ് കഴിഞ്ഞ 7 മാസമായിട്ട് ഈ ഭവനത്തിലായിരിക്കുന്നത്. അവൾ ദുബായിൽ വർക്ക് ചെയ്തിരുന്നതായിരുന്നു. അവൾ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് മാതാവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവൾ കടന്നു വന്നത്. അതുപോലെ തന്നെ മകൻ അവൻ ആ മാതാവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും അല്പം അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ഇങ്ങനൊരു മകനെ ആ മാതാവിന് ലഭിച്ചല്ലോ. അത് ആ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് കർത്താവിൻ്റെ കരുണയായിരുന്നു. കർത്താവ് ആ കുടുംബത്തോട് കാണിച്ച കൃപയായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. പുല്ലാന്നിവിള സഭയ്ക്ക് ഉള്ള എല്ലാ നന്ദിയും ഈ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. എല്ലാവരും നിങ്ങൾ സഹകരിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ നിന്ന് പിൻവാങ്ങുന്നു. എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടുത്തെ ഈ ശുശ്രൂഷ നടന്നത് പ്രതാപസോന്റെ സഭയായിരിക്കുന്ന പുല്ലാണ്ടുള്ള ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ ശുശ്രൂഷകളിൽ ഞങ്ങളെ സഹായിക്കുവാൻ വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വന്ന കർത്തൃദാസന്മാരോടുള്ള നന്ദി, പ്രത്യേകിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ഗിൽബർട്ട് അംഗങ്ങളോടുള്ള നന്ദി, അതുപോലെ ഗായക സംഘത്തോടുള്ള നന്ദി, മറ്റ് ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ബാക്കി ഒരു 5 മിനിറ്റ് സമയം കുഴിക്കരയിലാണ് ശുശ്രൂഷയുള്ളത്. കാലാവസ്ഥയുടെ പ്രതികൂലമുള്ളതുകൊണ്ട് എല്ലാവർക്കും അവിടെ വന്ന് ആ കാര്യത്തിൽ സഹകരിക്കാൻ ഒരു പക്ഷേ സാധിക്കുകയില്ല. എങ്കിലും അത്യാവശ്യം ദൈവദാസന്മാർ മാത്രം അവിടെ ചെന്ന് 5 മിനിറ്റ് സമയം അവർക്ക് ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഗായക സംഘം പാട്ടുപാടും. അപ്പോൾ പ്രിയ മാതാവിനെ അവസാനമായിട്ടൊന്ന് കാണുവാനും അതുപോലെ തന്നെ ഭൗതിക ശരീരം പെട്ടിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നതായിരിക്കും. അതിനെ തുടർന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഴിക്കരയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ വെച്ച് ബാക്കി ശുശ്രൂഷകൾ നിർവഹിക്കും. ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അഞ്ചിതെങ്ങിലെ കർത്താവിദാസൻ ജോസഫ് സഹോദരനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവേ, ഈ അടക്ക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇവിടെ ഈ ഭവനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിച്ച മഹാദേവിക്കായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ദൈവമായ കർത്താവെ, ശുശ്രൂഷയ്ക്ക് യാതൊരു തടസ്സവും കൂടാതെ അത് നിർവഹിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം
സ്വർഗദാനമേ സ്നേഹനാദത്തിനും വാക്കുവാൻ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. മേഘമാർച്ചേർന്നിടും ഭംഗിയേറിയ തീരത്തും മേഘമാർച്ചേർന്നിടും ഭംഗിയേറിയ തീരത്തും ഒരറിയിപ്പ്. പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം പറ്റിയിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിലുള്ള പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് മാറി സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് കാണുവാനോ അന്വേഷിക്കാൻ നൽകുവാനോ ഉള്ള സാവകാശം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്.
അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെയും കർത്താവ് നമ്മെ സഹായിച്ചു. ചുരുക്കം സമയം കൂടെ മാത്രമേ നമുക്ക് മുമ്പിലുള്ള പ്രിയ മാതാവിന് മാന്യമായ യാത്ര നടത്താൻ വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിക്കും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസൻ സിന്നി സഹോദരൻ വാസിയും പരിശുദ്ധമായ നാമമുള്ളവനായ ദൈവനായ ദൈവമാകയാണ് ചിന്തയിൽ വരുവാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളാക്കി വലിയ കുട്ടിക്കാർക്ക് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നാം എത്ര വലിയ സ്നേഹം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി മാതാവിന്റെ ജീവിതത്തിനായിട്ട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശാരീരികമായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഞാൻ കടന്നുപോയി. വലിയ തലം വലിയ തുക നന്ദിയോടെ അതിലുപരിയായിട്ട് എന്റെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവമൈകളായി തീരുമാനത്തവണ്ണം കർത്താവെ വലിയ മാതാവിനെ സഹായിച്ചതും അതിനോടെ കർത്താവെ ഇപ്പോൾ കേട്ടതുപോലെ ക്രിസ്തുവിൽ മരിക്കുന്നവർ കർത്താവിനുള്ള ഉയർത്തെഴുന്നേൽക്കും. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രത്യാശയുടെ ഒരു ശീലം കൊണ്ട് എന്നുള്ള വലിയ ആ പ്രത്യാശക്കാരുടെ നന്ദിയോടെ സ്വീകരിക്കുന്നു. കർത്താവ് ഗംഭീര നാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാഥത്തോടും കൂടെ കർത്താവ് ജനങ്ങളിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് വേഗങ്ങൾ നൽകപ്പെടുകയും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുമെന്നുള്ള വലിയ വിദ്യാർത്ഥികളുടെ വചനങ്ങളായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ കർത്താവിന്റെ വചനം ആശ്വസിപ്പിക്കാനാണെന്ന് കർത്താവിനെ വായിക്കുന്നത് കർത്താവുമായി തീരുമാനിച്ചിട്ടില്ലാൽ വളരെ ദുഃഖമുണ്ട്, വളരെ വേദനയുണ്ട്. കർത്താവ് എന്നാൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനത്താൽ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവെ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം എല്ലാ കുടുംബങ്ങളും ആശ്വാസവും കർത്താവെ ഉയർത്തുമെന്ന് കർത്താവെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ കുടുംബന്മാർക്ക് കുടുംബമൊന്നും നടക്കുവാനായിട്ട് കർത്താവിന് ആഗ്രഹിക്കുന്നു. കർത്താവെ ദൈവം സഹായിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവം നമുക്കുവാനായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വന്തം ശ്രദ്ധിക്കുന്ന സ്തോത്രം നാമം നോക്കെല്ലാം പ്രാർത്ഥിക്കട്ടെ. അതിന്റെ ഭാവമായ യേശു ക്രിസ്തുവിന്റെ വേദനാമത്തിൽ തന്നെ. ഇപ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് 3 വേദഭാഗങ്ങൾ ഈ കർത്താവിന്റെ ദാസൻ നിവിൻ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. ശബ്ദമുയർത്തി വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഭാഗം ഉത്തരക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 51 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി ഒരു വേദഭാഗം കൂടി വായിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ
അതിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ, അതിൻ്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥത്തെ ആശീർവാദം പറയുന്നതിന് മുന്നായി 12 വാചകങ്ങൾ പറയട്ടെ. ഈ പ്രിയ സഹോദരിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഓർത്തതുപോലെ 59 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. ഇവരുടെ ആത്മാവ് കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഭൗതിക ശരീരം നമ്മളിപ്പോൾ സംസ്കരിക്കാനായിട്ട് പോവുകയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശരീരം കർത്താവ് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ഒരു പുതിയ ശരീരം പ്രാപിച്ച്, മരണമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ശരീരം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തുവാനായിട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ വിത്ത് നമ്മൾ മുളയ്ക്കുവാനായിട്ട് കുഴിച്ചിടുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ പ്രിയ സഹോദരിയുടെ ഭൗതിക ശരീരം ഉറങ്ങുന്ന ഒരു നിലയിലേക്ക് വരികയാണ്. ഇത് ശരീരം മണ്ണിലേക്ക് ലയിക്കുന്നെന്ന് പറയുന്നെങ്കിൽ തന്നെയും വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച ആളുകൾ ഉറങ്ങുകയാണ്. ഈ ഉറക്കം വിട്ട് ഉണർന്നെഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ വരവിലാണ്. കർത്താവിൽ ഈ പ്രിയ മാതാവിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക്, ഈ കല്ലറയിലേക്ക് പ്രവേശിക്കുകയും പുനരുദ്ധാന ശരീരത്തോട് ഉയർത്തുകയും ചെയ്യും. ഇതാണ് ക്രിസ്തു വിശ്വസിക്കുന്നവർക്കുള്ള പ്രത്യാശ. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രത്യാശയുള്ള അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് മരണം അല്ലെങ്കിൽ വേർപാട് ദുഃഖകരമാണെങ്കിൽ തന്നെയും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രിയ മാതാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പോയി കാണാം. അല്ല കർത്താവിൻ്റെ വരവാണെങ്കിൽ അന്നേരം നമുക്ക് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ പൊടിയിൽ നിന്നും എടുത്ത ഈ മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരണം എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ ശരീരം പൊടിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. ആ നിലയിൽ ഒടുവിലായി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ ശോഭാ സഹോദരിയുടെ ഭൗതിക ശരീരത്തോട് ബന്ധത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കർത്താവേ, പ്രിയ സഹോദരിയുടെ ശരീരം മണ്ണിൽ നിന്നുള്ള ശരീരം മണ്ണിലേക്ക് അത് ചേർക്കപ്പെടേണ്ട ആവശ്യമാണ്. ആ നിലയിൽ പ്രിയ സഹോദരിയുടെ ശരീരം മണ്ണിലേക്ക് മറവിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തും കൂടെ വരുന്ന സന്ദർഭത്തിൽ ഈ പ്രിയ സഹോദരി കർത്താവെ രോഗമില്ലാത്ത, മരണമില്ലാത്ത, ജരാനരയില്ലാത്ത ശരീരത്തിലേക്ക് ഉയർത്തപ്പെടും. അതുവരെ കർത്താവെ ഇത് ഇവിടെ വിശ്രമിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശരീരം മണ്ണിലേക്ക് അടുപ്പിക്കുകയാണ്. കർത്താവെ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഒന്ന് ചിന്തിക്കുവാനും കർത്താവ് പുനഃപരിശോധിക്കുവാൻ ഇടയാകണം. ഈ പ്രിയ മാതാവിനുള്ള പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൽ പ്രത്യാശയുള്ളവരായി മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കണം. ഇത്രത്തോളം ഈ ശുശ്രൂഷകളൊന്ന് അനുഗ്രഹിച്ചു ആദരിച്ചു നന്ദിയുടെ സ്തോത്രം. കർത്താവെ, ഈ പ്രതികൂല സാഹചര്യത്തിൽ ഈ നിലയിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞേക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
വീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ ദൂതസംഘമാകവേ കേൾക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കാണാശയായി കാത്തിരുന്ന
കർത്താവെ. ഇത്രത്തോളം ഭംഗിയായിട്ട് ദൈവമേ എല്ലാം ചെയ്തു തീർക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കായി ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിക്കുന്നു. ദൈവമേ എത്രയോ സന്തോഷകരമായ കാര്യമാണ് അവിടുത്തെ അറിയുവാനും അവിടുത്തെ ജീവിതത്തിൽ ദൈവമേ രുചിച്ചറിയുവാനും അവിടുത്തെ മക്കളായി തീരുവാനുമുള്ളത്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അത്. പ്രിയ മാതാവിനും ദൈവമേ കൃപ ലഭിച്ചതിനായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിക്കുന്നു കർത്താവെ. ഇപ്പോൾ ഈ ശുശ്രൂഷകൾ ദൈവമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് തന്ന എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ചെറിയ റിഫ്രഷ്മെന്റ് അവിടുന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദൈവമേ അത് കഴിച്ച് തിരുനാമോഹത്തിന് വേണ്ടി ജീവിക്കാൻ വരും ദിവസങ്ങൾ ഞങ്ങൾ സഹായിക്കണേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിന് സഹായിക്കുകയും ചെയ്യണേ. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, പ്രിയ കർത്താവിനെയും രക്ഷിതാവിനെയും അറിയാത്ത ആരെങ്കിലും ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ കർത്താവെ ഈ ഒരു സന്ദർഭം അതിന് ഉപയോഗിക്കുവാനും കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിയുവാനും യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും ഉള്ള വലിയ കൃപ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദിവ്യ സ്നേഹത്തിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വം അംഗീകരിക്കാൻ ഇരിക്കട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ ഉണ്ടായി കേൾക്കുവാനാണ്.